നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നു എന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ. പ്രളയവും ചുഴലിക്കാറ്റും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസമായി ലഭിക്കേണ്ട 37,000 കോടി രൂപ കേന്ദ്രം അകാരണമായി തടഞ്ഞു വച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് സർക്കാർ ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ അനുവദിക്കാത്തത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നുമാണ് ആവശ്യം. കേരളത്തിനും കർണാടകത്തിനും പിന്നാലെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി തമിഴ്നാട്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക കടന്നാക്രമണങ്ങൾ ചോദ്യം ചെയ്ത് ആദ്യം സുപ്രീം കോടതിയിലെത്തിയത് കേരളമാണ്. കടമെടുപ്പ് പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് കേരളം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് കഴിഞ്ഞ ദിവസം 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കേരളത്തിന്റെ മാതൃക പിന്തുടർന്ന് കൂടുതൽ സംസ്ഥാനങ്ങൾ സാമ്പത്തിക അവകാശങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം വിവരണാതീതമായ യാതനകൾ അനുഭവിച്ച ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്നതാണ് ഫണ്ട് വിതരണത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന അനാസ്ഥയെന്ന് തമിഴ്നാട് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഡിസംബറിൽ ചുഴലിക്കാറ്റ് കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് 19,692 കോടി രൂപയും കനത്ത മഴ കാരണം തെക്കൻ ജില്ലകളിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് 18,214 കോടി രൂപയും ആശ്വാസമായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിന് ഉടൻ നിർദ്ദേശം നൽകണമെന്നും തമിഴ്നാട് ഹർജിയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിനുള്ള വരൾച്ച ദുരിതാശ്വാസ ഫണ്ട് വിതരണം കേന്ദ്രം വൈകിപ്പിക്കുന്നത് ചോദ്യം ചെയ്താണ് കർണാടകയും സുപ്രീം കോടതിയിൽ എത്തിയത്. അജിത് പവാർ നേതൃത്വം നൽകുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ക്ലോക്ക് ചിഹ്നം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കോടതി ഉത്തരവിനെ തുടർന്ന് നൽകിയ പത്രപരസ്യങ്ങളുടെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ സുപ്രീം കോടതി. എല്ലാ പ്രചരണ വസ്തുക്കളിലും ചിഹ്നം അനുവദിച്ചത് സബ് ജുഡീഷ്യലാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഹാജരാക്കാൻ സുപ്രീം കോടതി അജിത് പവാർ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. മാർച്ച് 19 കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് ശേഷം പുറത്തുവിട്ട പരസ്യങ്ങളുടെ വിവരങ്ങൾ നൽകാൻ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തകിയോട് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിട്ടും പരസ്യങ്ങളിൽ ചിഹ്നം ഉപയോഗിക്കുന്നതിൽ അജിത് പവാർ വിഭാഗം പരാജയപ്പെട്ടുവെന്ന് ശരത് പവാറിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്ന പേരുപയോഗിക്കാൻ ശരത് പവാർ വിഭാഗത്തിന് മാർച്ച് 19 സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വഴി ചെയ്യുന്ന വോട്ടുകളും മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും ഒത്തുനോക്കണമെന്ന ആവശ്യമുന്നയിച്ചുള്ള ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും ഗോപാൽ ശങ്കർ നാരായണനും ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിക്കേണ്ട ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ബുധനാഴ്ച പ്രത്യേക ബെഞ്ചിന്റെ ഭാഗമായതിനാൽ മുമ്പ് തീരുമാനിച്ച പ്രകാരം ഹർജി പരിഗണിക്കാനായില്ല. സർക്കാരേതര സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും സാമൂഹിക പ്രവർത്തകൻ അരുൺകുമാർ അഗർവാളുമാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. മദ്യനയത്തിൽ അഴിമതി ആരോപിച്ച് അറസ്റ്റ് ചെയ്ത ED നടപടി ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. കെജ്രിവാളിന്റെയും EDയുടെയും വാദങ്ങൾ കേട്ട ശേഷം ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണ്ണകാന്ത് ശർമ്മയുടെ ബെഞ്ചാണ് ഹർജി വിധി പറയാനായി മാറ്റിയത്. മദ്യനയത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പങ്കെന്ന ചോദ്യത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ EDക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി വാദിച്ചു. മുഖ്യമന്ത്രിയുടെ പങ്ക് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ED പറയുന്നത്. ഈ സാഹചര്യത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് ന്യായീകരിക്കാൻ കഴിയില്ല. കേസുമായി ബന്ധപ്പെട്ട് ED ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതികൾ പിന്നീട് മാപ്പുസാക്ഷികളായി. മാപ്പുസാക്ഷികളാകുന്നതിന് മുമ്പ് അവർ കെജ്രിവാളിനെതിരായി ഒന്നും പറഞ്ഞിരുന്നില്ല. മാപ്പുസാക്ഷികളായതിന് പിന്നാലെ അവർ EDക്ക് ആവശ്യമായ രീതിയിൽ മൊഴി നൽകി. അതിന് പിന്നാലെ അവർക്ക് ജാമ്യം ലഭിച്ചു. കോടതിയിൽ ED ജാമ്യത്തെ എതിർക്കാതിരുന്നതിനെ തുടർന്നാണ് അവർക്ക് ജാമ്യം ലഭിച്ചത്. മാപ്പുസാക്ഷികളിൽ 2 പേർ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് വൻതുക സംഭാവന നൽകിയിട്ടുണ്ട്. അവരിൽ ഒരാളുടെ അച്ഛൻ അടുത്ത കാലത്ത് BJPയിൽ ചേർന്നു. കെജ്രിവാളിനെ കേസിൽ കൊടുക്കാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം വസ്തുതകളെന്നും സിഗ്മി വാദിച്ചു. എന്നാൽ ആം ആദ്മി പാർട്ടിയാണ് മദ്യനയ അഴിമതിയുടെ പ്രധാന ഗുണഭോക്താവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു വാദിച്ചു.
കൊല്ലം പരവൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ജീവനൊടുക്കിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ ഉൾപ്പെടെ വിശദീകരണം തേടി. സാമൂഹ്യ പ്രവർത്തകയും അനീഷ ഐക്യദാർഢ്യ സമിതിയുടെ കൺവീനറുമായ PE ഉഷയാണ് ഹർജി നൽകിയത്. ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കാൻ കോടതിയെ സഹായിക്കാൻ അഡ്വക്കേറ്റ് V ജോൺ സെബാസ്റ്റ്യൻ റാൽഫിനെയും അമിക്കസ് ക്യൂറിയായും ഹൈക്കോടതി നിയമിച്ചു. ജസ്റ്റിസ് K ബാബു ഹർജി 12-ന് പരിഗണിക്കാനായി മാറ്റി. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഹർജിയിൽ പറഞ്ഞു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഹാജരാകാത്തത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അനീഷയോട് ക്രൂരത കാട്ടിയതെന്ന് ഹർജിയിൽ അറിയിച്ചു. പ്രോസിക്യൂട്ടർ ജോലിക്ക് ഹാജരാകാതിരിക്കുകയും എന്നാൽ പിന്നീട് ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം നടപടികൾ നീതി നിർവഹണ സംവിധാനത്തിന്റെ സത്യസന്ധതയും സാക്ഷികളെയും ഇരകളെയും ബാധിക്കും. ഇത് തടയാൻ പ്രത്യേക ചട്ടങ്ങളും നടപടികളും സ്വീകരിക്കണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട അനീഷയുടെ മാതാവ് പ്രസന്ന നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പീഡനം മൂലമാണ് അനീഷ ജീവനൊടുക്കിയതെന്നും അതികഠിനമായി പീഡിപ്പിച്ചതായി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ടെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. വാദി പ്രതിയായപ്പോൾ വ്യാജവഞ്ചന കേസിൽ 11 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന കാർത്തികപ്പള്ളി സ്വദേശികളായ മനോഹരൻ, സുഭാഷ് എന്നിവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി. പരാതി നൽകിയ ആലപ്പുഴ കുമാരപുരം സ്വദേശി നരേന്ദ്രനെതിരെ നടപടി ആരംഭിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹരിപ്പാട് മജിസ്ട്രേറ്റ് കോടതിയും മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതിയും വഞ്ചനാക്കുറ്റം ശരിയായി മനസ്സിലാക്കാതെ തടവ് ശിക്ഷ വിധിച്ചതിലൂടെ നീതി അട്ടിമറിക്കപ്പെട്ടതായി ഹൈക്കോടതി വിമർശിച്ചു. ശിക്ഷ ചോദ്യം ചെയ്ത് മനോഹരനും സുഭാഷ് നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് P സോമരാജന്റെ ഉത്തരവ്. ഹർജിക്കാരുടെ 37 സെന്റ് ഭൂമി 8000 രൂപയ്ക്ക് നരേന്ദ്രന് വിൽക്കാൻ 1990-ൽ കരാറുണ്ടാക്കിയെങ്കിലും വസ്തുവിടപാട് നടക്കാതെ വന്നതാണ് തർക്കങ്ങൾക്ക് തുടക്കമിട്ടത്. 1991-ൽ സിവിൽ കോടതിയെ സമീപിച്ച നരേന്ദ്രൻ ആധാരം നടപ്പിലാക്കിയെടുത്തു. കോടതിയിൽ ഹാജരാകാതിരുന്നതിനാൽ ഈ വിവരം അറിയാതിരുന്ന ഹർജിക്കാർ 1993-ൽ മറ്റൊരാളുമായി ഭൂമി വിൽപ്പനയ്ക്ക് രേഖയുണ്ടാക്കി. ഇത് തട്ടിപ്പാണെന്നാരോപിച്ചാണ് നരേന്ദ്രൻ വഞ്ചനാ കേസ് നൽകിയത്. ഹരിപ്പാട് മജിസ്ട്രേറ്റ് കോടതി ഹർജിക്കാർക്ക് 2 വർഷത്തെ തടവ് ശിക്ഷ നൽകി. അപ്പീൽ പരിഗണിച്ച മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി അത് ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ സാഹചര്യത്തിലാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. തട്ടിപ്പിലൂടെ ഭൂമി കൈമാറ്റം നടന്നിട്ടില്ലെങ്കിൽ വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു. പരാതിക്കാരന് കോടതി മുഖേന ഭൂമി കിട്ടിയതിനാൽ അതിനുശേഷം മുന്നുടമ രേഖകൾ ഉണ്ടാക്കിയതോ വിൽപ്പന നടത്തിയതോ ബാധകമാകില്ല. വിചാരണ കോടതിയും ജില്ലാ കോടതിയും വഞ്ചനാക്കുറ്റത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ഹർജിക്കാർ അന്യായമായി 11 ദിവസം തടവിൽ കഴിയേണ്ടി വന്നുവെന്നും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഹർജിക്കാരുടെ ശിക്ഷ റദ്ദാക്കി വിട്ടയക്കുകയും ചെയ്തു. കിഴക്കമ്പലത്ത് 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോടനുബന്ധിച്ച് തുടങ്ങിയ മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ പൂട്ടാൻ ഉത്തരവിട്ടത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കിറ്റക്സ് ചിൽഡ്രൻസ് വെയർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് P ഗോപിനാഥിന്റെ ഉത്തരവ്. എന്നാൽ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഷോപ്പ് ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥയോടെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇക്കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശം പാലിക്കുമെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമാണ് മെഡിക്കൽ ഷോപ്പ് തുറന്നതെന്ന് ചൂണ്ടിക്കാട്ടി CS സുധീർ, MM അൽത്താഫ് എന്നിവർ നൽകിയ ഹർജിയിലാണ് വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് തീർപ്പാക്കും വരെ മെഡിക്കൽ ഷോപ്പ് തുറക്കരുതെന്ന് ജില്ലാ വരണാധികാരിയായ കളക്ടർ മാർച്ച് 25-ന് ഉത്തരവിട്ടത്. കിഴക്കമ്പലം 2020 രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഹർജി കളക്ടർ പരിശോധിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണവും ഓഡിറ്റും ആവശ്യപ്പെട്ട ഹർജിയിൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ സപ്ലൈകോയ്ക്ക് നോട്ടീസ് അയച്ചു. 2013-ലെ കമ്പനി നിയമപ്രകാരമുള്ള അർദ്ധ ജുഡീഷ്യറി സംവിധാനമായ NCLT-യുടെ കൊച്ചി ബെഞ്ചാണ് പ്രാഥമിക വാദം കെട്ടി നോട്ടീസ് അയച്ചത്. ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ കമ്പനിയുടെ നടത്തിപ്പിലേക്ക് കേന്ദ്രം അന്വേഷണം ആവശ്യപ്പെട്ട് ഈ ട്രിബ്യൂണലിൽ ഹർജി വരുന്നത്. പ്രൊഫഷണലുകളെ ബോർഡുകളിൽ ഉൾപ്പെടുത്തി കടബാധ്യതയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന ഇടപെടൽ, സർക്കാരുകളിൽ നിന്ന് ലഭിക്കാനുള്ള തുക നേടിയെടുക്കാനും സ്ഥാപനത്തിന്റെ സാങ്കേതിക ധനകാര്യ ഓഡിറ്റ് നടത്താനും സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഹർജിയിലുണ്ട്. സപ്ലൈകോ നാഷണൽ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് R വിജയകുമാർ,
പ്രിൻസ് ജോൺ തുടങ്ങിയവരാണ് അഡ്വക്കേറ്റ് KPS സുരേഷ് മുഖേന ഹർജി സമർപ്പിച്ചത്. സപ്ലൈകോ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമല്ലെന്നും കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണെന്നും ബോധിപ്പിച്ചാണ് ട്രൈബ്യൂണൽ മുമ്പാകെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പൊതുവിതരണ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ സപ്ലൈകോയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാണ്. കാര്യക്ഷമവും കൃത്യവുമായ മാനേജ്മെന്റ് ഇടപെടലിലൂടെ മാത്രമേ സ്ഥാപനത്തെ രക്ഷിക്കാനാകൂ. സർക്കാരിൽ നിന്ന് 3000 കോടിയിലധികം രൂപ നേടിയെടുക്കാൻ മാനേജ്മെന്റിന് സാധിക്കാത്തതിനാൽ ശമ്പളം മുടങ്ങിയെന്നും വിൽപ്പനശാലകളിൽ സാധനങ്ങളില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് പന്തീരങ്കാവിലുള്ള പദ്ധതികളായ ലാൻഡ്മാർക്ക് മില്ലേനിയ സെന്റർ, ലാൻഡ്മാർക്ക് ലിയോൺ സെന്റർ, ലാൻഡ്മാർക്ക് ബിസിനസ് സെന്റർ എന്നിവയിൽ നിന്നുള്ള യൂണിറ്റുകളുടെ വിൽപ്പനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയ നിർദ്ദേശം റദ്ദാക്കി പുതിയ ഉത്തരവ് പുറത്തിറക്കിയതായി കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി പറഞ്ഞു. പദ്ധതികളുടെ പാരിസ്ഥിതികാനുമതി റദ്ദാക്കിയ ഹരിത ട്രൈബ്യൂണലിന്റെ തീരുമാനം ഫെബ്രുവരി 8 പുറപ്പെടുവിച്ച വിധിയിലൂടെ കേരള ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് KRERA വിലക്ക് നീക്കിയത്. ഹൈക്കോടതി വിധിയെ തുടർന്ന് പദ്ധതികൾക്കുള്ള സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയുടെ പാരിസ്ഥിതികാനുമതി വീണ്ടും സാധുവായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് S മണികുമാറിനെ നിയമിച്ചു. നിയമന ഫയലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചു. 2023 ഓഗസ്റ്റിൽ മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതി S മണികുമാറിനെ നിയമിക്കാൻ ശുപാർശ ചെയ്തെങ്കിലും ഗവർണർ ഒപ്പുവെച്ചിരുന്നില്ല. ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കാനുള്ള സർക്കാർ തീരുമാനം ഗവർണർ 7 മാസമാണ് വൈകിച്ചത്. സംസ്ഥാന സർക്കാർ നൽകിയ ശുപാർശയിൽ ഒപ്പിടാതെയാണ് ഗവർണർ നിയമനം വൈകിപ്പിച്ചത്. മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലുള്ളത്. ജസ്റ്റിസ് മണികുമാറിനെ നിയമിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിയോജനക്കുറിപ്പോടെയാണ് ശുപാർശ ഗവർണർക്ക് നൽകിയത്. എന്നാൽ ഗവർണർ ഒപ്പിട്ടില്ല. പകരം ആക്ടിംഗ് ചെയർമാനായി K ബൈജുനാഥാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ശുപാർശ അംഗീകരിക്കാത്ത നടപടിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമ പോരാട്ടങ്ങൾ സുപ്രീം കോടതിയിൽ തുടരുന്നതിനിടെയാണ് നിയമന ഉത്തരവിൽ ഗവർണർ ഒപ്പിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെയാകും നിയമന ഉത്തരവ് സർക്കാർ പുറത്തിറക്കുക. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജി വീണ്ടും പരിഗണിക്കുന്ന 9-നകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദീകരണം നൽകണമെന്നും നോട്ടീസ് നൽകാനും കോടതി ഉത്തരവിട്ടു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലെ രേഖകളാണ് ED പിടിച്ചെടുത്തത്. 90 വായ്പാ ഇടപാടുകളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ഫയലുകളാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. ഇതിന് ED തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് K ബാബുവാണ് ഹർജി പരിഗണിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. അടിയന്തരമായി ലിസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും സ്വാഭാവികമായ രീതിയിൽ കേസ് വരുമ്പോൾ പരിഗണിക്കുമെന്നും ജസ്റ്റിസ് JK മഹേശ്വരിയുടെ ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച ജോസഫ് സ്കറിയയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ PN രവീന്ദ്രനാണ് കേസ് അടിയന്തരമായി ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഫെബ്രുവരിയിൽ കേസ് പരിഗണിച്ചപ്പോൾ അധിക രേഖകൾ സമർപ്പിക്കാൻ പ്രിയ വർഗീസിന്റെ അഭിഭാഷകർ സമയം തേടിയിരുന്നു. ഈ രേഖകൾ സമർപ്പിക്കാൻ 2 ആഴ്ചയും മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാരനും UGCക്കും 2 ആഴ്ചയും സാവകാശം നൽകിയിരുന്നു. പ്രിയ വർഗീസ് അധിക രേഖകൾ ഇതിനോടകം സമർപ്പിച്ചു. എന്നാൽ UGC ഇനിയും മറുപടി ഫയൽ ചെയ്തിട്ടില്ല. പ്രിയ വർഗീസിന് വേണ്ടി അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ ഹാജരായി. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി. ഒരേ പള്ളിയുടെ ഭാഗമായ വിശ്വാസികൾ തമ്മിലെ ഏറ്റുമുട്ടലുകൾ പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. ഏകീകൃത കുർബാനയും മറ്റു കർമ്മങ്ങളും നടത്താൻ താൻ ഉൾപ്പെടെ വൈദികർക്ക് സംരക്ഷണം നൽകാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പള്ളി വികാരി ഫാദർ ആന്റണി മാങ്കുറിയിൽ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന രീതിയിലെ കർമാനുഷ്ഠാനങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂവെന്ന് ഹർജിക്കാരനായ വികാരി ചൂണ്ടിക്കാട്ടി. ഇത് കോടതി രേഖപ്പെടുത്തി. എന്നാൽ ഹർജി തന്നെ നിലനിൽക്കുന്നതല്ലെന്നും തന്റെ ഇഷ്ടപ്രകാരം കുർബാന അർപ്പിക്കാനാണ് ഹർജിക്കാരൻ ശ്രമിക്കുന്നതെന്നുമായിരുന്നു എതിർകക്ഷികളുടെ വാദം. കുർബാന അർപ്പിക്കുന്നത് സംബന്ധിച്ച് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം തേടാൻ ഉചിതമായ ഫോറങ്ങളെ സമീപിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പള്ളിയെ പ്രതിനിധീകരിക്കാൻ വികാരിക്ക് കഴിയുമോ എന്നതുൾപ്പെടെ കക്ഷികളിൽ പരസ്പരം ഉന്നയിക്കുന്ന വാദങ്ങളിൽ തീരുമാനമെടുക്കുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന സിവിൽ കേസുകളിലെ തീരുമാനങ്ങൾക്ക് വിധേയമായിരിക്കുമെന്നും ഈ നിർദ്ദേശങ്ങളെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി.
ഭാര്യയുടെ ക്രൂരമായ പീഡനത്താൽ ദാമ്പത്യം തുടരാൻ കഴിയില്ലെന്ന് വിവാഹമോചന ഹർജി നൽകിയ സെലിബ്രിറ്റി ഷെഫ് കുനാൽ കപൂറിന് ഡൽഹി ഹൈക്കോടതി ചൊവ്വാഴ്ച വിവാഹമോചനം അനുവദിച്ചു. നേരത്തെ വിവാഹമോചനം നിഷേധിച്ച കുടുംബ കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് കപൂർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി വിധി. പങ്കാളിക്കെതിരെ അപകീർത്തികരവും അപമാനകരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നത് ക്രൂരതയ്ക്ക് തുല്യമാണെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞു. ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കൈറ്റിന്റെയും നീന ബെൻസാൽ കൃഷ്ണയുടെയും ബെഞ്ചാണ് വിവാഹമോചനം അനുവദിച്ചത്. ഭാര്യ കുനാൽ കപൂറിനെതിരായി കോടതിയിൽ അടക്കം നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം ആരോപണങ്ങൾ നടത്തുന്നത് തന്നെ ക്രൂരതയാണ് എന്നും ഹൈക്കോടതി പറഞ്ഞു. ഇത്തരം ക്രൂരത സഹിച്ച് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാൽ കപൂറിന്റെ മാത്രം ഉത്തരവാദിത്തം അല്ലെന്നും കോടതി പറഞ്ഞു. മാസ്റ്റർ ഷെഫ് ഇന്ത്യ എന്ന ടെലിവിഷൻ ഷോയിൽ വിധികർത്താവായിരുന്ന കപൂർ തന്റെ ഹർജിയിൽ തന്റെ ഭാര്യയെ തന്നെ നിരന്തരം അപമാനിച്ചെന്ന് ആരോപിച്ചിരുന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഭർത്താവെന്നും എപ്പോഴും ഭർത്താവുമായി ആശയവിനിമയം നടത്താൻ താൻ ശ്രമിച്ചിരുന്നുവെന്നും തന്നെ വില്ലൻ സ്ഥാനത്ത് നിർത്തി വിവാഹമോചനം നേടുന്നതിനായി കെട്ടിച്ചമച്ച കഥകൾ മെനഞ്ഞെടുത്തുവെന്നുമാണ് കുനാലിന്റെ മുൻ ഭാര്യ ആരോപിച്ചത്. ഹൈക്കോടതിയിലെ ഉത്തരവിനെതിരെ മേൽക്കോടതിയിൽ ഹർജിയുമായി പോകുമെന്നും അവർ പറഞ്ഞു. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ കഴുത്തറത്ത് ആത്മഹത്യാ ശ്രമം നടത്തി മധ്യവയസ്കൻ. മൈസൂർ സ്വദേശിയായ ശ്രീനിവാസാണ് ചീഫ് ജസ്റ്റിസ് നിലയ് വിപിൻ ചന്ദ്ര അഞ്ചാരിയുടെ മുന്നിൽ കത്തിക്കൊണ്ട് കഴുത്തറത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോടതി ചേർന്നയുടനെയായിരുന്നു സംഭവം. കോടതി മുറിയിലേക്ക് കടന്നുവന്ന ശ്രീനിവാസ് തന്റെ കൈവശമുണ്ടായിരുന്ന ഫയലുകൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. ശ്രീനിവാസ് ഇപ്പോൾ ചികിത്സയിലാണ്. കോടതി മുറിക്കുള്ളിൽ നടന്ന സുരക്ഷാ വീഴ്ചയിൽ ചീഫ് ജസ്റ്റിസ് ആശങ്ക രേഖപ്പെടുത്തി. കോടതി മുറിക്കുള്ളിലേക്ക് മാരകായുധവുമായി ഒരാൾക്ക് പ്രവേശിക്കാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് ആരാഞ്ഞ ചീഫ് ജസ്റ്റിസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.